فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه سراجا منيرا. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. قال نبينا سيدنا وحبيبنا محمد صلى الله عليه وسلم بلسانه الصدوق وهو أصدق الصادقين: من ولد له مولود فسماه محمدا حبا لي وتبركا باسمي، كانوا هو مولوده في الجنة. صدق رسول الله صلى الله عليه وسلم. حسبي ربي جل الله ما في قلبي غير الله، نور محمد صلى الله، لا إله إلا الله. താരങ്ങളിൽ നിറ പൗർണമി പോൽ ഞങ്ങളിലുദയം ചെയ്തവരെ, അതിലും ശറഫ് മികന്തവരെ, ഉത്തമരാം നബി സയ്യിദരേ. ഹസ്ബി لا إله إلا الله. ഉമ്മയും ഉപ്പയുമായവരെ, അവരെക്കാൾ ഗുണമുള്ളവരെ ഇല്ല അവരിലും ഇതുപോലെ, ഉത്തമരാം നബി സയ്യിദരേ. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്താഹി വൽ ഹബീബിൽ അറബി. എണ്ണിയാൽ തീരാ പാപങ്ങൾ ചെയ്തവനാ ഞാൻ ദോഷങ്ങൾ, പറയാമങ്ങോടൻ വേദകൾ, ഉത്തമരാം നബി സയ്യിദരേ. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്താഹി വൽ ഹബീബിൽ അറബി. കല്ലും മലയും മാമരവും
കഥനം തീർത്തു ഹബീബാഹേ കല്ലും മലയും മാമരവും കഥനം തീർത്തു ഹബീബാഹേ കരള് പകുത്തവരെല്ലാരും കണ്ണിൽ കണ്ടു സുറൂറാലേ ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅലമു ഉമ്മത സയ്യിദിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ആദരണീയരായ മഹല്ല് ഖത്തീബ് ഹാഫിള് ഷൗക്കത്ത് അലി സഖാഫി ഉസ്താദ് അവറുകൾ, വളരെയേറെ ബഹുമാനം നിറഞ്ഞ മഹല്ല് മുദരിസ് ഖലീൽ സഖാഫി ഉസ്താദ് അവറുകൾ, വളരെയേറെ ആദരവും ബഹുമാനവും നിറഞ്ഞ ഈ മഹല്ലിലെ അധ്യക്ഷർ അബ്ദുറഹ്മാൻ സാഹിബ് അവറുകൾ, വൈസ് പ്രസിഡന്റ് അറഫാത്ത് സാഹിബ് അവറുകൾ ഉൾപ്പെടെയുള്ള കമ്മിറ്റി അംഗങ്ങൾ, മറ്റും ഈ വേദിയിലും പുറത്തും ഒക്കെ ഇരിക്കുന്ന ഈ നാട്ടിലെ നല്ലവരായ കാരണവന്മാർ, ഉപ്പമാർ, ഉമ്മമാർ, സഹോദരിമാർ, സഹോദരങ്ങൾ, ചെറുപ്പക്കാർ, പിഞ്ചുമക്കൾ, മുതഅല്ലിം സുഹൃത്തുക്കളെ, അല്ലാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് ബഹുമാനപ്പെട്ട നേരത്തെ മർക്കസ് ഡയറക്ടർ ബഹുമാനപ്പെട്ട ഇസ്മായിൽ സഖാഫി ഉസ്താദ് അവറുകൾ നമ്മോട് ഓർമ്മപ്പെടുത്തിയതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. എത്രയാണ് ആ അനുഗ്രഹങ്ങൾ എണ്ണിപ്പറയാൻ പറ്റുക എന്ന് ഒരാൾക്കും കഴിയില്ല. അത്രയുമേറെ വിലമതിക്കാനാവാത്ത അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന റബ്ബ് നമ്മുടെ ആയുസ്സിൽ ഒരിക്കൽ കൂടി ഇതുപോലെയുള്ള അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പോരിശയാക്കപ്പെട്ട ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ മാസത്തെയും ദിവസത്തെയും അതിൽ ധാരാളം നല്ല സൽക്കർമ്മങ്ങൾ ചെയ്ത് റബ്ബിലേക്ക് അടുക്കുവാനും അതിലൂടെ അഷ്റഫുൽ ഖൽഖ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തം കാംക്ഷിക്കുവാനും അല്ലാഹു നമുക്ക് അവസരം നൽകി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലമതിക്കാനാവാത്ത അവസരമാണ്. കാരണം ഇന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പവിത്രമായ ജന്മദിനം കൊണ്ട് സന്തോഷിക്കാനും അതിൽ ധാരാളം നല്ല സൽക്കർമ്മങ്ങൾ ചെയ്ത് റബ്ബിലേക്ക് അടുക്കുവാനും തങ്ങളെ പൊരുത്തം കാംക്ഷിക്കുവാനും നമുക്ക് അല്ലാഹു ഇവിടെ അവസരം തന്നിട്ടുണ്ട്. എത്രയോ ആളുകൾ ഇബ്ലീസിന്റെ ചങ്ങായിമാരായി നമ്മുടെ നാട്ടിലും മഹല്ല് പരിസരങ്ങളിലും ഇബ്ലീസ് 4 സമയങ്ങളിലാണ് അട്ടഹസിച്ച് കരഞ്ഞത്. അതിൽ അതിപ്രധാനമായ ഒന്നാണ് മദീനയിൽ കിടന്ന് ലോകത്തെ നിയന്ത്രിക്കാൻ അല്ലാഹു തആല കഴിവ് കൊടുത്ത് അനുഗ്രഹിച്ച എന്റെയും നിങ്ങളുടെയും ഖൽബിന്റെ കഅബയായ അഷ്റഫുൽ ഖൽഖ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ജന്മദിനം അത് ഇബ്ലീസിന് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്തതായിരുന്നു. ജന്മദിനത്തിൽ സന്തോഷിക്കാൻ ഇബ്ലീസിന് കഴിഞ്ഞില്ല, അട്ടഹസിച്ച് കരയുകയായിരുന്നു. ഞാൻ അതിലേക്ക് വിശാലമായി കടക്കുന്നില്ല, വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഏതായാലും ആ ഇബ്ലീസിന്റെ അനുയായികളെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും അല്ലാഹു ഉൾപ്പെടുത്തിയില്ല എന്ന് പറഞ്ഞാൽ അല്ലാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലുതാണ് അഷ്റഫുൽ ഖൽഖ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത്, കറകളഞ്ഞ മഹബ്ബത്ത് ഈ നിഷ്കളങ്കമായ ഖൽബിന്റെ ഉള്ളിൽ കൊത്തിവെക്കപ്പെട്ടതുകൊണ്ടും അള്ളാഹുവിന്റെ നേരത്തെയുള്ള തീരുമാനപ്രകാരം ധാരാളം നന്മകൾ പറയാനും നന്മകൾ കേൾക്കാനും നല്ലവരോടൊപ്പം ഒരുമിച്ച് കൂടുവാനും ആ കാരണം കൊണ്ട് നല്ലവർ കടക്കുന്ന സ്വർഗീയ ലോകം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ അവിടുത്തെ പ്രിയപ്പെട്ട അനുയായികളിൽ പ്രമുഖനായ അവിടുത്തെ പ്രിയപ്പെട്ട ഉമ്മത്തിലെ ഒന്നാമതായി ആദ്യം എൻ്റെ ഉമ്മത്തിൽ നിന്ന് സ്വർഗത്തിൽ കടക്കുമെന്നും പറഞ്ഞ് വിശേഷിപ്പിക്കുകയും ധാരാളം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പറയുകയും മദ്ഹിന് വേണ്ടി ചെലവഴിക്കാൻ വേണ്ടി നമ്മോട് ആവശ്യപ്പെടുകയും അതിനുവേണ്ടി ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവിതം, മാംസവും മജ്ജയും രക്തവും സമയവും എല്ലാം സമർപ്പിച്ച എന്റെയും നിങ്ങളുടെയും നേതാവ്, എല്ലാ ഖതീബുമാരും വെള്ളിയാഴ്ചകളിൽ 4 ഇസ്ലാമിന്റെ റിപ്പബ്ലിക്കിന്റെ നേതാക്കന്മാരെ പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ ഒന്നാമൻ അതേ മഹദിയായ സയ്യിദത്തുനാ ആയിഷ റളിയല്ലാഹു അൻഹയുടെ പ്രിയപ്പെട്ട ഉപ്പയുമാകുന്ന സയ്യിദുനാ അബൂബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള അനുയായികൾ അണിനിരക്കുമ്പോൾ അവിടെ ആ ലൈനിൽ ഒന്ന് നിൽക്കാനും ആ അനുയായികളെ കൂട്ടത്തിൽ ഒന്ന് നിന്ന് നമ്മളെ സ്വർഗത്തിലേക്ക് കൈപിടിക്കാൻ കൊണ്ടുവന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ നേതാവിനെ കുറിച്ചല്ലേ മഹത്വം പറയേണ്ടത്? ഈ നേതാവിനെ കുറിച്ചല്ലേ നമ്മൾ പഠിക്കേണ്ടത്? ഈ നേതാവിനെ കുറിച്ചല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ആ നേതാവിന് വേണ്ടി മജ്‌ലിസ് ഒരുക്കിയിട്ടില്ല എങ്കിൽ പിന്നെ ലോകത്ത് ഏത് നേതാവിന്റെ പേരിലാ സന്തോഷിക്കേണ്ടത്? ബുദ്ധിയുള്ള മനുഷ്യന് അറിയുന്നില്ല. ഓ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹബീബായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്, അല്ലിമൂ ഔലാദക്കും മഹബ്ബത റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ എൻ്റെ രക്ഷിതാക്കളെ, ഇവിടെ ഒരുമിച്ച് കൂടിയ തടിച്ചുകൂടിയ എൻ്റെ ചെറുപ്പക്കാരെ, എനിക്കും നിങ്ങൾക്കും അല്ലാഹു റഹ്മത്തായി തന്ന നമ്മളെ പൊന്നുമക്കളുണ്ടല്ലോ, നമ്മളെ പേരമക്കളുണ്ടല്ലോ, ആ പൊന്നുമക്കളുടെ പേരമക്കളുടെ നിഷ്കളങ്കമായ ബ്ലാങ്കായ ശുദ്ധമായി കിടക്കുന്ന ഖൽബിന്റെ ഉള്ളിലേക്ക് ആദ്യമായി നമ്മൾ കൊത്തിവെച്ചു കൊടുക്കേണ്ടത്, ആ ഇഞ്ചക്ഷൻ അടിച്ചു കൊടുക്കേണ്ടത് മഹബ്ബത്തു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്താണ് എന്ന് നമ്മുടെ നേതാവ് തന്നെ പഠിപ്പിക്കുന്നു. എന്താണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അടങ്ങാത്ത മഹബ്ബത്തും അവിടത്തോടുള്ള സ്നേഹവും നമ്മൾ ആദ്യമായി നമ്മുടെ മക്കളെ ബ്ലാങ്കായി കിടക്കുന്ന നിഷ്കളങ്കമായി കിടക്കുന്ന ഖൽബിലേക്ക് ഇട്ടുകൊടുക്കണമെന്ന് പറഞ്ഞതിന്റെ താല്പര്യം എന്താണ്? ഞാൻ ഓർത്തു പോകുന്നു, അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് മിനിഞ്ഞാന്ന് മലപ്പുറത്ത് പരിപാടി കഴിഞ്ഞ് ഇന്നലെ വരുമ്പോൾ മാഷാ അല്ലാഹ് നമ്മുടെ ഈ നഗരി, നമ്മുടെ ഈ ടൗണ് അൽഹംദുലില്ലാഹ്, നമ്മുടെ ഈ മഹല്ല് നിവാസികളും കമ്മിറ്റി ഭാരവാഹികളും സ്നേഹികളും എല്ലാം അൽഹംദുലില്ലാഹ് എന്തോ ഒരു പ്രൗഢമായ രൂപത്തിലാണ് മുത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിലുള്ള സന്തോഷം എങ്ങനെയെല്ലാം പ്രകടിപ്പിക്കാൻ കഴിയുമോ, എങ്ങനെയെല്ലാം അതിനുവേണ്ടി ചെലവഴിക്കാൻ കഴിയുമോ, അതിന് നമ്മുടെ മഹല്ല് നിവാസികൾക്ക് അല്ലാഹു തൗഫീഖ് തന്നു എന്ന് പറഞ്ഞ ഈ ആളുകളെ കുറിച്ചാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്തോഷം പറഞ്ഞത് ഞാൻ ഈ സമയത്ത് ഓർത്തു പോവുകയാണ്. എന്താണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
അള്ളാന്റെ ഹബീബിന്റെ ജന്മദിനം കൊണ്ട് സന്തോഷിക്കുകയും അതിന് ധാരാളമായി ചിലവഴിക്കുകയും എങ്ങനെയെല്ലാം ആ സന്തോഷങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയോ അങ്ങനെയെല്ലാം പ്രകടിപ്പിച്ച നമ്മെക്കുറിച്ച് അള്ളാന്റെ ഹബീബ് ഒരു സന്തോഷ വാർത്ത പറഞ്ഞിട്ടുണ്ട്. എന്തെന്നറിയോ? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്ന ഖൗമൻ യഅതൂന മിൻ ബഅദി യവദ്ദു അഹദുഹും അൻ യഫ്തദി ബിറുഇ അഹ്ലുഹു വമാലുഹു. എന്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെപ്പോലെയുള്ള മുഅ്മിനീങ്ങളെ കുറിച്ച് നേരത്തെ സന്തോഷം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ലിസ്റ്റിൽ എന്നെയും നിങ്ങളെയും അല്ലാഹു ഉൾപ്പെടുത്തിയില്ലേ? എന്താണ് തങ്ങൾ പറഞ്ഞത്? അതേ സ്വഹാബാ, എന്റെ കാലശേഷം എന്റെ ഉമ്മത്തിൽ നിന്നൊരു വിഭാഗം വരാനുണ്ട് സ്വഹാബാ. എന്താണ് അവരെ പ്രത്യേകത? അവർ എന്നെ കണ്ടിട്ടില്ല, എന്നെ മനസ്സിലാക്കിയിട്ടില്ല, എങ്ങനെ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ എന്നെ കാണാതെ എന്നെ കൊണ്ട് വിശ്വസിക്കുകയും ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം അംഗീകരിച്ച് സ്വന്തം ജീവിതത്തിൽ പകർത്തി മറ്റുള്ളവർക്ക് അതിന്റെ വെളിച്ചം എത്തിച്ചു കൊടുക്കുന്ന എന്റെ കാലത്തിന് ശേഷം, എന്റെ വഫാത്തിന് ശേഷം ഒരു ഉമ്മത്ത് എന്റെ കൂട്ടത്തിൽ വരാനുണ്ട്. അവരെ പ്രത്യേകത എന്തെന്നറിയോ? എനിക്ക് വേണ്ടി, അതേ അത് എന്തിനാണ്? അവർ എനിക്ക് വേണ്ടി എന്നെ ഒന്ന് കാണണമെന്ന ആഗ്രഹത്തിന് വേണ്ടി അവരെ സമ്പത്ത് ചെലവഴിക്കാൻ പറഞ്ഞാൽ, അവരെ കുടുംബത്തെ എനിക്ക് വേണ്ടി സമർപ്പിക്കാൻ പറഞ്ഞാൽ അവർ എനിക്ക് വേണ്ടി സമർപ്പിക്കുന്നവരാ. അവരെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് എന്നെയും നിങ്ങളെയും സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ടെങ്കിൽ അതല്ലേ നാപ്പോക്ക് ഈ മഹല്ല് നിവാസികൾ ഇത്രയും പ്രൗഢഗംഭീരമായ രൂപത്തിൽ ലൈറ്റ് അണഞ്ഞത്. അതേ ലൈറ്റുകൾ ഇടുകയും നല്ല പ്രൗഢഗംഭീരമായ മജ്‌ലിസ് സംഘടിപ്പിക്കുകയും 3 ദിവസങ്ങളിലായി കഠിനാധ്വാനം നടത്തുന്നു. എന്തിന്റെ പേരിലാ? അത് മടങ്ങാത്ത ഖൽബിന്റെ ഉള്ളിൽ കൊത്തിവെച്ച മഹബ്ബത്തു റസൂലില്ലാഹി അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ പേരിലാണ്. ആ മഹബ്ബത്താണ് നമ്മുടെ മക്കളെ ബ്ലാങ്കായ ഖൽബിലേക്ക്, നിഷ്കളങ്കമായ ഖൽബിന്റെ ഉള്ളിലേക്ക് നിങ്ങൾ ഒന്നാമത്തെ ഇഞ്ചക്ഷനായി വെച്ചു കൊടുക്കേണ്ടത്. അങ്ങനെ വെച്ചു കൊടുത്താലുള്ള ഗുണമെന്താ? പിന്നെ ഒരിക്കലും ആ കുട്ടി തീവ്രവാദിയാവുകയില്ല. പിന്നെ കുട്ടി ഒരിക്കലും നാടിന് പ്രശ്നക്കാരനാവൂല. പിന്നെ ഒരിക്കലും ആ കുട്ടി ദീനിന് എതിരായി പ്രവർത്തിക്കുകയില്ല. പിന്നെ ഒരിക്കലും ആ കുട്ടി ബാപ്പനെയും ഉമ്മനെയും സ്റ്റേഷനിലേക്ക് കയറ്റുകയില്ല. പിന്നെ ഒരിക്കലും ആ കുട്ടി കഞ്ചാവിനും അതേ മയക്കുമരുന്നിനും MDMനും കള്ളിനും അവൻ അഡിക്റ്റായി പോകൂല. കാരണം ഏത് സമയവും അവന്റെ മുമ്പിൽ വരുന്നു മുഹമ്മദുർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, എന്റെ തങ്ങള് എങ്ങനെയാണ് ഒരാളോട് പെരുമാറിയിട്ടുള്ളത്, എന്റെ തങ്ങള് എങ്ങനെയാണ് ജീവിക്കാൻ പറഞ്ഞു തന്നത്? അതേ ജാതി മത ഭേദമന്യേ ഇവിടെ എല്ലാ മതസ്ഥരോടും, അത് ഹിന്ദു മതത്തിൽപ്പെട്ടവരായാലും ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ടവരായാലും മുസ്ലിമീങ്ങൾ എല്ലാം വളരെ സന്തോഷത്തിലും സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും കഴിയണമെന്ന് അതേ മാതൃക കാണിച്ചു തന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇങ്ങനെ എല്ലാ സമൂഹത്തോടും സ്നേഹത്തിൽ പെരുമാറണമെന്ന് പഠിപ്പിച്ച നേതാവിന്റെ അനുയായി എങ്ങനെയാ മഹല്ലിൽ കുഴപ്പമുണ്ടാക്കുക, എങ്ങനെയാ ഉസ്താദുമാർക്കെതിരെ തിരിയുക, എങ്ങനെയാ സ്റ്റേഷനിലേക്ക് അതേ മുഅ്മിനിനെ കയറ്റുക, എങ്ങനെയാ അവന്റെ കൈകളെ കൊണ്ട് കത്തിയെ കൊണ്ട് മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുക, മറ്റുള്ളവരെ അപകീർത്തിപ്പെടുത്തുക. ഈമാനുള്ള മനുഷ്യന് അത് കഴിയില്ല. എന്നാൽ
എന്റെ കരളിന്റെ കഷ്ണങ്ങളായ മോമിനീങ്ങളെ, അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള സ്നേഹം നമ്മളെ മക്കളെ കൽബിലേക്ക് ഇട്ടുകൊടുക്കണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ ഇട്ടുകൊടുക്കല്? നമ്മുടെ നേതാവിനെ കുറിച്ചൊന്ന് പഠിപ്പിക്കണം, നമ്മുടെ നേതാവിനെ കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കണം, എന്നിട്ട് മക്കൾക്കത് പറഞ്ഞു കൊടുക്കണം. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ ഹബീബിന്റെ ജന്മദിനത്തെ കുറിച്ചൊന്ന് മനസ്സിലാക്കുമ്പോ അവിടുത്തെ റബീഉൽ അവ്വൽ 12 അന്ന് ജനിച്ചു, സുബഹിയോട് അടുത്ത സമയത്ത് ജനിച്ചു. ആമിന ബീവിയുടെ മകനായി, അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന്റെ മകനായി ജനിച്ചു എന്ന് മാത്രം പഠിച്ചാൽ പോരാ, അവിടുത്തെ ഉത്ഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ വെറും ഒരു റബീഉൽ അവ്വൽ 12 അന്ന് സുബഹിയോട് അടുത്ത സമയത്ത് മുത്തുനബി തങ്ങൾ മക്കയിൽ ഭൂജാതനായി ജനിച്ചു എന്ന് മാത്രം പഠിച്ചതുകൊണ്ട് നമ്മുടെ നേതാവിന്റെ മഹത്വം മനസ്സിലാകുന്നില്ല. എന്നാൽ നമ്മുടെ നേതാവിന്റെ ഉറവിടത്തെ കുറിച്ചൊന്ന് പഠിക്കണേ. അതാണ് നമ്മളൊക്കെ മങ്കൂസ് മൗലിദ് ഓതുന്നവരാ. നമ്മളൊക്കെ വലിയ ഭാഗ്യവാന്മാരാണ്. നമ്മളൊക്കെ അള്ളാന്റെ റസൂലിനെ പുകഴ്ത്താനും അള്ളാന്റെ റസൂലിന് വേണ്ടി ചിലവഴിക്കാനും അള്ളാന്റെ റസൂലിന് വേണ്ടി എല്ലാം സമർപ്പിക്കാൻ സ്വഹാബത്ത് സമർപ്പിച്ചതുപോലെ, ഇമാമിങ്ങൾ സമർപ്പിച്ചതുപോലെ, ഔലിയാക്കൾ സമർപ്പിച്ചതുപോലെ ആ ശുദ്ധമായ പാരമ്പര്യത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടാൻ എനിക്കും നിങ്ങൾക്കും ഭാഗ്യം തന്ന റബ്ബ്. എന്നാൽ മനസ്സിലാക്കണേ, നമ്മളെ നേതാവിനെ കുറിച്ച് ഒരുപാട് മഹത്വങ്ങളാണ് മങ്കൂസ് മൗലിദിലൂടെ പൊന്നാനി, അതെ കേരളക്കരയുടെ മക്ക എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മഹാനായ സൈനുദ്ദീനുൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുത്തെ മങ്കൂസ് മൗലിദിലൂടെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ ആശയം തന്നെ എന്താ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഇൽ അവ്വലി قمر نبي الهدى وأوجد نوره قبل خلق العالم وسماه محمدا. ഇത് ഓതിപ്പടിച്ച ആൾക്കാരത്തുനിന്ന് യഥാവിധി പാരമ്പര്യമായി അള്ളാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നേരിട്ട് ഇൽമ പഠിച്ച സ്വഹാബത്ത്, അവരിൽ നിന്ന് നേരിട്ട് ഇൽമ പഠിച്ച ഇമാമിങ്ങൾ, അവരിൽ നിന്ന് നേരിട്ട് പഠിച്ച താബിഈങ്ങൾ, അവരിൽ നിന്ന് ഇൽമ പഠിച്ച തബഉ താബിഈങ്ങൾ, അവരിൽ നിന്ന് നേരിട്ട് ഇൽമ പഠിച്ച ഔലിയാക്കൾ, ഇങ്ങനെയുള്ള അവരിൽ നിന്ന് ആ ഇൽമിന്റെ പാരമ്പര്യം കൈമാറി ഇന്ന് ഈ സ്റ്റേജിൽ അണിനിരക്കുന്ന, ലോകത്ത് കാണുന്ന ഈ വെള്ള വസ്ത്രം ധരിച്ച് തലപ്പാവ് ധരിച്ചിട്ടുള്ള, അത് നിങ്ങളെ മകനായാലും നിങ്ങളെ പേരക്കുട്ടിയായാലും നിങ്ങളെ നാട്ടിൽ നിങ്ങളെ മുമ്പിൽ ചിലപ്പോൾ ഒരുപക്ഷെ ട്രൗസർ ഇട്ട് വളർന്ന ആളായിരിക്കും, പക്ഷേ നിങ്ങളെ കൊച്ചു കുഞ്ഞ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീന് പഠിക്കാൻ വേണ്ടിയിട്ട് വിവിധ നാടുകളിലേക്ക് ഈ വസ്ത്രം ധരിച്ചു പോയ അന്ന് മുതൽ നിങ്ങളുടെ മകന്റെ സ്ഥാനം മാറിയിട്ടുണ്ട്. ഈ ലോകത്ത് എത്ര വലിയ നേതാക്കന്മാരായാലും എത്ര വലിയ മന്ത്രിയായാലും എത്ര വലിയ സ്ഥാനത്തുള്ള കളക്ടറായാലും അവരെക്കാളും അല്ലാഹ് ബഹുമാനം കൊടുത്തത് ഈ വെള്ള വസ്ത്രം ധരിച്ച തലപ്പാവ് ധരിച്ച അൽ ഉലമാഉ വറസത്തുൽ അംബിയാ. അള്ളാന്റെ ഹബീബ് പറഞ്ഞില്ലേ, എന്റെ ആലിമീങ്ങൾ ഇൽമ കൊണ്ട് ശുഗലാകുന്നവർ, ഇൽമ കൊണ്ട് ജോലിയാകുന്നവർ, അതേ ഉലമാക്കൾ, ആലിമീങ്ങൾ, ഉസ്താദുമാര്, മുതഅല്ലിമീങ്ങൾ, അത് അംബിയാക്കള അനന്തരാവകാശികളാണ്. ഇങ്ങനെ ഒരു ക്രെഡിറ്റ് ചേർത്തി വെക്കാൻ ഉലമാഇനല്ലാതെ, അതേ അള്ളാഹുവിന്റെ ഹബീബിലേക്ക് ചേർത്തി വായിച്ചു വെക്കാൻ അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ രക്തം ചരിക്കുന്ന സയ്യിദന്മാർ, തങ്ങന്മാർ, അവരുടെ അതേ പാരമ്പര്യം, അത് രക്തത്തിലുള്ള പാരമ്പര്യമാണെങ്കിൽ ഇൽമിയായ പാരമ്പര്യത്തിൽ വന്ന ആലിമീങ്ങൾക്കല്ലാതെ ഈ ലോകത്ത് ഒരാൾക്കും അങ്ങനെ ചേർത്തി
വായിക്കാൻ കഴിഞ്ഞിട്ടില്ല, കഴിയുകയും ഇല്ല. അതുകൊണ്ടാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു സ്വാദിഖുൽ മസ്ദൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇങ്ങനെ മുമ്പിൽ അണിനിരന്ന് നിൽക്കുന്ന സ്വഹാബത്തിന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയം, മദ്രസ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയം, ഇൽമ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയം, അന്നത്തെ ക്ലാസിന്റെ വിഷയം ഏറ്റവും മഹത്വമുള്ളവർ ആരാണ്, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമുള്ളവരാരാണ്, തങ്ങളെ ഷറഫാക്കപ്പെട്ട നാവുകൊണ്ട് തന്നെ പറഞ്ഞത്. അവിടത്തെ ഷറഫാക്കപ്പെട്ട നാവുകൊണ്ട് പറഞ്ഞതെല്ലാം ഇന്ന് വ്യക്തമായി പുലർന്നുകൊണ്ടിരിക്കുകയാണ്. ഫലസ്തീനിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെ ലോകത്ത് നടക്കുന്ന സർവ്വ വിഷയങ്ങളെയും നേരത്തെ ഖിയാമത്ത് നാളിന്റെ അടയാളമായി ഈ ഷറഫാക്കപ്പെട്ട നാവുകൊണ്ട് പറഞ്ഞതെല്ലാം അതാത് സമയത്ത് കൃത്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ നാവ് കൊണ്ടാണ് തങ്ങൾ പറഞ്ഞത് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സ്ഥാനമുള്ള ആള്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും പ്രിയപ്പെട്ട ആള്, അത് ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിച്ചു കൊടുക്കുന്നവരാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ആലിമീങ്ങൾക്കെതിരെ കുതിര കയറാൻ ഈമാന് ഒരു ലേശം ഈ ഖൽബിന്റെ ഉള്ളിൽ ഒരുത്തനുണ്ട് എങ്കിൽ ഓൻ ആലിമീങ്ങൾക്കെതിരെ കുതിര കളിക്കൂല, ആലിമിനെ തല്ലാൻ വേണ്ടി കൈ ഉയർത്തൂല, ആലിമിനെ തല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്യൂല, ആലിമിനെ കളിയാക്കാൻ പീഡികകളിൽ അവൻ ഇരിക്കുകയില്ല. ഈ ഖൽബിന്റെ ഉള്ളിൽ നിന്ന് ഈമാൻ അല്ലാഹു ഊരിക്കളഞ്ഞപ്പോൾ ആ നാവ് കൊണ്ട് നീ ജനങ്ങളെ ബുദ്ധിമുട്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ആ നാവ് കൊണ്ട് ഒരുപാട് മുഅ്മിനിന്റെ പച്ച മാംസം കടയിലും പീടിയിലും ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. രാവിലെ നിസ്കരിച്ച സുബഹി നിസ്കാരം ആ പറച്ചലോടുകൂടെ മറ്റുള്ളവർക്ക് ദാനം ചെയ്തു. നീ ഓതിയ ഖുർആൻ ആരെക്കുറിച്ചാണോ നീ കുറ്റം പറഞ്ഞത്, ആരെക്കുറിച്ചാണ് നീ വേദനിപ്പിച്ചത്, അവർക്ക് നീ ദാനം ചെയ്തു കളഞ്ഞു. നാളെ മഹ്ശറിലെത്തുമ്പോൾ പാപ്പരായി മുമ്പിൽ നിൽക്കുകയാണ്. അപ്പൊ ഏതായാലും ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം എന്താണ്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് നമ്മളെ ഖൽബിലുണ്ട് എങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു മനുഷ്യനെ വേദനിപ്പിക്കൂല. അതാണ് നേരത്തെ ഇവിടെ പ്രസംഗിച്ച ബഹുമാനപ്പെട്ടവർ നമ്മോട് വലിയ വിഷയം പറഞ്ഞു. ദീന് എന്ന് പറഞ്ഞാൽ എന്താണ്? സൽസ്വഭാവമാണ്. അപ്പൊ എത്ര തലയെക്കെട്ട് കെട്ടിയിട്ടും സ്വഭാവം നന്നല്ല എങ്കിൽ ഒന്നിനും കൊള്ളൂല. എത്ര നെറ്റിത്തടത്തിൽ നിന്റെ നിസ്കാരത്തഴമ്പ് ഉണ്ടെങ്കിലും, എത്ര ഹജ്ജ് നീ ചെയ്തിട്ടുണ്ടെങ്കിലും, എത്ര സ്വതക്ക വാരിക്കോരി കൊടുത്തിട്ടുണ്ടെങ്കിലും, നിന്റെ നാവ് കൊണ്ട്, നിന്റെ കൈകളെ കൊണ്ട്, നിന്റെ സമ്പത്ത് കൊണ്ട്, നിന്റെ ആരോഗ്യം കൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് വന്നാൽ നിന്നെ കുറിച്ച് മുഅ്മിന് എന്ന് പറയാൻ പറ്റൂല. അല്ലാഹ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്നാൽ ഞാൻ പറഞ്ഞു വന്നത്, മങ്കൂസ് മൗലിദൊന്ന് ശരിക്കും അത് പഠിക്കേണ്ട ആളുകളിൽ നിന്ന് പഠിക്കണം. ഏതെങ്കിലും താടി വെച്ച ആളുകളിൽ നിന്നോ, ഏതെങ്കിലും ഫാൻറ് കയറ്റിയ ആളുകളിൽ നിന്ന്, മലയാള പുസ്തകം വായിച്ചവരിൽ നിന്ന്, കന്നഡ പുസ്തകം വായിച്ചവരിൽ നിന്ന് നീ ഇൽമ് പഠിച്ചാൽ അതിനെ ഇൽമ് എന്ന് പറയാൻ പറ്റൂല. അങ്ങനെ പഠിച്ചാൽ നമ്മുടെ ഈമാന് കത്തിവെക്കപ്പെട്ടു പോയി. സക്കറാത്തുൽ മൗത്തിന്റെ സമയം എനിക്കും നിങ്ങൾക്കും എപ്പോഴാണ്, എവിടെന്നാണ്, എങ്ങനെയാണ്, ഏത് അവസ്ഥയിലാ നമ്മളെ സമീപിക്കുക എന്ന് പറയാൻ കഴിയില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കൂ. അള്ളാന്റെ റസൂലിന്റെ മൗലിദാഘോഷം വരുമ്പോ, അള്ളാന്റെ റസൂലിന്റെ ജന്മദിനം വരുമ്പോ, മഹാന്മാരുടെ ഉറൂസ് വരുമ്പോ, അങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്തുമ്പോ കളിയാക്കുന്ന വിഭാഗങ്ങളുണ്ടല്ലോ. സുന്നത്ത് ജമാഅത്തിന് എതിരെ പ്രവർത്തിക്കുന്ന ആളുകളുണ്ടല്ലോ. ആരെ കുറിച്ചിട്ടെങ്കിലും മരിക്കുന്ന സമയത്ത് നേരം പോലെ മരിച്ച ചരിത്രമൊന്ന് നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ. പറയാൻ കഴിയില്ല. ഞാൻ
ഞാൻ സ്വഹാബത്തിന്റെ ഉദാഹരണം പറയുന്നില്ല. കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്തിട്ടുള്ള ഒരു ഉപ്പയുടെ ചരിത്രമൊന്ന് ഞാനും നിങ്ങളും പഠിക്കല് നല്ലതാ. നമ്മളെ കൂട്ടത്തിലുള്ള നമ്മളെ പോലുള്ള ഒരു സാധാരണ മനുഷ്യനാണ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ഇതുപോലെയുള്ള നല്ലൊരു മജ്‌ലിസ് ഈ കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരും ഒരുക്കിയത് എന്തിനു വേണ്ടിയാ? നമ്മുടെ ഈമാനിന്റെ വർധനവിന് വേണ്ടിയാണ്. കുറെ പറഞ്ഞു, കുറെ കേട്ടു, പക്ഷേ ജീവിതത്തിൽ മാറ്റം വന്നില്ല എങ്കിൽ ഈ പറയുന്നത് കൊണ്ട് കാര്യമില്ല, ഇവിടെ കേട്ടത് കൊണ്ടത് കാര്യമില്ല. എന്നാൽ ഇത്തരം മജ്‌ലിസ് കൊണ്ട് ഏതെങ്കിലും ഒരു ഉമ്മ, ഏതെങ്കിലും ഒരു ഉപ്പ, ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന്റെ ഖൽബിൽ മഹബ്ബത്തു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അടങ്ങാത്ത മഹബ്ബത്ത് ഇവിടെ ക്ലച്ച് പിടിച്ചാൽ ഈ മജ്‌ലിസിന് വേണ്ടി ചെലവഴിച്ചതെല്ലാം ലാഭമായി പോയി. ഇതിനു വേണ്ടി കഠിനാധ്വാനം നടത്തിയതല്ല സന്തോഷപൂർവ്വം സക്കറാത്തുൽ മൗത്തിന്റെ സമയത്ത് അനുഭവിക്കാൻ അതും അതിപ്രിയമുള്ളവരെ. ഞാൻ ഇതും കൂടി പറഞ്ഞ് വിഷയത്തിലേക്ക് കടക്കുകയാണ്. ആ താമരശ്ശേരിയിലുള്ള പ്രിയപ്പെട്ട ഉപ്പാന്റെ സ്വഭാവം എന്തെന്നറിയോ? നമ്മളെ പോലുള്ള സ്വഭാവമാണ്. എന്താണ് നമ്മളെ പോലുള്ള സ്വഭാവം? അള്ളാന്റെ ദിക്റിന്റെ മജ്‌ലിസ് എവിടെയെങ്കിലും ഉണ്ടെന്നറിഞ്ഞാൽ, അള്ളാന്റെ ഇൽമ് പഠിപ്പിച്ചു കൊടുക്കുന്ന മജ്‌ലിസ് എവിടെയെങ്കിലും ഉണ്ടെന്നറിഞ്ഞാൽ, അതേ ഹദീസ് പഠിക്കുന്ന മജ്‌ലിസ് എവിടെയെങ്കിലും ഉണ്ടെന്നറിഞ്ഞാൽ, സ്വലാത്തിന്റെ മജ്‌ലിസ് എവിടെയെങ്കിലും ഉണ്ടെന്നറിഞ്ഞാൽ തന്റെ മക്കളോട് കാറുകൊണ്ട് ആ മജ്‌ലിസുകളിലേക്ക് എത്തിച്ചു തരാൻ പറയലാണ് ആ ഉപ്പന്റെ ഡ്യൂട്ടി. എന്നാൽ ഞാൻ ചുരുക്കി പറയട്ടെ, അങ്ങനെ എവിടെയെല്ലാം മജ്‌ലിസുകളുണ്ടോ അവിടെയെല്ലാം മജ്‌ലിസിൽ പങ്കെടുക്കുകയും 5 വഖത്ത് നിസ്കാരം കൃത്യമായി നിർവഹിക്കുകയും നല്ല തഖ്വയുള്ള മനുഷ്യനായി ജീവിച്ചപ്പോ അതാ സക്കറാത്തുൽ മൗത്ത് വന്ന സമയം നേരത്തെ അറിയുകയാണ്. അത് നല്ല മനുഷ്യർക്ക് അല്ലാഹ് നേരത്തെ കൂട്ടി അറിയിച്ചു കൊടുക്കും. മോനെ, മോളെ, നിന്റെ വിളിയാളം വന്നുപോയി. അതേ, നിന്റെ ഒറിജിനൽ വീട്ടിലേക്ക് നിന്റെ യാത്ര തിരിക്കാൻ സമയമായി, നിന്റെ വീട്ടിൽ സ്ട്രക്ചർ കൊണ്ടുവന്നു വെക്കാൻ സമയമായി എന്നുള്ള ഓർമ്മ നേരത്തെ വരികയും ആ മരണത്തിന് വേണ്ടി ഒരുങ്ങുന്ന എത്ര ഉപ്പമാരുണ്ട്. ആ പൊന്നുപ്പയതാ മജ്‌ലിസ് അന്ന് സ്വന്തം വീട്ടിൽ മജ്‌ലിസ് സംഘടിപ്പിക്കുകയാ. ദിക്റിന്റെയും സ്വലാത്തിന്റെയും മജ്‌ലിസ് സംഘടിപ്പിച്ച് നാട്ടുകാരും കുടുംബക്കാരും മക്കളും എല്ലാവരും ഒരുമിച്ചുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ തഹ്ലീൽ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ ആ സദസ്സിന്റെ മുമ്പിൽ വന്ന് നല്ല നിവർന്നു കിടന്ന് ഈ ലോകത്തോട് വിട പറയുകയാ. ഇതെന്തുകൊണ്ട് കിട്ടി? സുന്നിയായി ജീവിച്ചതുകൊണ്ട് കിട്ടിയതാ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ശുദ്ധമായ പാരമ്പര്യത്തിൽ ജീവിച്ചതുകൊണ്ട് കിട്ടിയ സമ്മാനമാണ്. ഈ ഒരു സമ്മാനം ഒരു ബിദ്ഈ പ്രസ്ഥാനക്കാരന് കിട്ടിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ എത്ര അന്വേഷിച്ചാലും അത് കിട്ടൂല. അള്ളാന്റെ ഔലിയാക്കളെ അമ്പിയാക്കളെ എതിർത്തിട്ടുണ്ടെങ്കിൽ അള്ളാഹ് ഓനേറ്റ് സമരം ചെയ്യുമെന്നും അള്ളാഹ് ഓനേറ്റ് യുദ്ധം ചെയ്യുമെന്നും ഖുദ്സിയായ ഹദീസിലൂടെ അള്ളാഹുവിന്റെ ഹബീബ് നമ്മെ പഠിപ്പിച്ചതാണ്. അപ്പൊ അള്ളാനേറ്റ് ഒരാൾ കളിച്ചാൽ, അള്ളാന്റെ അമ്പിയാക്കൾ ഔലിയാക്കളേറ്റ് കളിച്ചാൽ വെറുതെ വിടുവോ? ഞാൻ ചോദിക്കട്ടെ, നമ്മളെ ബാപ്പനെ കുറിച്ച് ഒരു ഉമ്മനെ കുറിച്ച് ഒരാൾ അനാവശ്യം പറഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കി തരണം, നമ്മളെ ബാപ്പനെ കുറിച്ച് ഉമ്മനെ കുറിച്ച് നമ്മളെ വല്ലിപ്പാനെ കുറിച്ച് ഒരാൾ അനാവശ്യം പറഞ്ഞാൽ, ഒരാൾ അസഭ്യമായ വാക്കുകൾ തെറി വിളിച്ചാൽ എനിക്കും നിങ്ങൾക്കും സഹിക്കാൻ കഴിയോ? ഓനെ പിന്നെ വെറുതെ വിടുവോ നമ്മള്? ഇല്ല. പക്ഷേ അപ്പോ നമ്മള്
അവിടെ നമ്മൾ ദേഷ്യം പിടിക്കും. നമ്മളെ ഉമ്മനെയും ഉപ്പനെയും അനാവശ്യം പറഞ്ഞ ആളോട് നമുക്ക് ഒരിക്കലും ഒരു സ്നേഹമുണ്ടാവുകയില്ല. എന്നാൽ അവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അവിടെ അങ്ങനെ ഒരാളെ നമ്മളെ ബാപ്പനെ കുറിച്ച് ഉമ്മനെ കുറിച്ച് പറഞ്ഞാൽ അവിടെ അവർക്ക് ക്ഷമിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അവിടെ നമ്മൾ ക്ഷമിക്കൂല, അവിടെ നമ്മൾ തീപ്പൊരിയാകും, വലിയ ആളായി മാറും. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ലോകം തന്നെ പടക്കാൻ കാരണക്കാരനാവുകയും പല കോടി ജനങ്ങൾ ഈ ലോകത്ത് ഉണ്ടായിട്ടും നമ്മളെ സ്പെഷ്യലായി കുറഞ്ഞ ആളുകളെ സെലക്ട് ചെയ്ത് സ്വർഗത്തിന്റെ ആളുകളാക്കി തരാൻ ഇന്ന് നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ടോ അതിന്റെ എല്ലാം വിതരണക്കാരനായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഒരാൾ സാധാരണക്കാരനാണെന്ന് പറഞ്ഞാൽ, ഒരു സാധാ അറബി പയ്യനാണെന്ന് പറഞ്ഞാൽ, മുത്തുനബിയെ ഒരാൾ വേദനിപ്പിച്ചാൽ അവിടെ നമുക്ക് അവനോട് സ്നേഹമുണ്ടാകാൻ പറ്റുമോ? ഒരിക്കലും ഇല്ലേ ഇല്ല. ബഹുമാനപ്പെട്ട ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ശിഫ എന്ന് പറയുന്ന കിതാബിൽ അതേ 11 അടയാളങ്ങൾ, ഈമാനുള്ള മനുഷ്യന് ഉണ്ടാകേണ്ട 11 അടയാളങ്ങൾ പറയുന്നു. അതിൽപ്പെട്ട ഒരു അടയാളമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് എതിരെ പ്രവർത്തിക്കുന്ന ഏത് പുത്തനാശയക്കാരനായാലും, അത് നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായാലും, അത് നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട കുടുംബക്കാരനായാലും, അവനോട് തീരാത്ത വെറുപ്പ് ഒരാളെ ഖൽബിലുണ്ട് എങ്കിൽ അവന് ഈമാനുണ്ടെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ്. നമ്മളെ ബാപ്പനെ ഉമ്മനെ കുറിച്ച് പറഞ്ഞപ്പോ നമ്മൾക്ക് സഹിച്ചില്ല അല്ലേ? അവനെ നമ്മൾ അടിക്കാൻ പോയില്ലേ? എന്നാൽ നമുക്ക് വേണ്ടി എവിടെയെല്ലാം എന്റെ ഉമ്മത്ത് രക്ഷപ്പെടണമെന്ന് ചിന്തിക്കുന്നോ അവിടെയെല്ലാം എനിക്കും നിങ്ങൾക്കും വേണ്ടി ജീവിച്ച നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്, നമ്മുടെ സന്തോഷത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഏറ്റവും പതറിപ്പോകുന്ന മരണത്തിന്റെ സമയത്തും എന്റെ ഉമ്മത്ത് രക്ഷപ്പെടണമെന്നും ഒറ്റക്ക് കിടക്കുന്ന ഖബറിലും എന്റെ ഉമ്മത്ത് രക്ഷപ്പെടണമെന്നും നാളെ മഹ്ശറ മൻസബയിലെ എല്ലാ അമ്പിയാക്കളും അവരുടെ അനുയായികളും അതേ അങ്ങനെ അണിയണിയായി നിൽക്കുമ്പോൾ എന്റെയും നിങ്ങളെയും ക്രെഡിറ്റൊന്ന് മനസ്സിലാക്കണേ. അവിടെ ഒന്നാമതായി അതേ ഹിസാബിന് വിളിക്കപ്പെടുന്നത് മദീനയുടെ രാജകുമാരൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുയായികളാകുന്ന നമ്മയാണ്. അതിനുമുമ്പ് കഴിഞ്ഞുപോയ ഇബ്രാഹിം നബിയുണ്ട്, അതിനുമുമ്പ് കഴിഞ്ഞുപോയ ഈസാ നബിയുണ്ട്, അതിനു മുമ്പ് കഴിഞ്ഞുപോയ സുലൈമാൻ നബി, ശീസ് നബി ഉൾപ്പെടെ ആദം നബി ഉൾപ്പെടെ അവരെ അനുയായികളൊക്കെ അണിയണിയായി നിൽക്കുമ്പോഴും അവിടെ സ്പെഷ്യലായി സ്ഥാനം നൽകുന്നു ഉമ്മത്തെ മുഹമ്മദിയ. എന്റെ അനുയായികളെ ഒന്ന് ആദ്യം ഹിസാബിന് വിളിക്കൂ അല്ലാഹ്. എനിക്കും നിങ്ങൾക്കും വേണ്ടി അവിടെയും കരയുന്നു നേതാവ്. മാത്രമല്ല, എത്ര തമ്മാടിത്തരം ചെയ്തവനായാലും, എത്ര പോക്കീത്തനം ചെയ്തവനായാലും അവൻ നരകത്തിൽ കടക്കാതെ അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രത്യേകമായ ശഫാഅത്തിലൂടെ അതേ നാളെ നമ്മളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വഹാബത്ത് ചോദിച്ചില്ലേ, തങ്ങളെ നാളെ ഞങ്ങൾ എവിടെയാണ് തങ്ങളെ അന്വേഷിക്കേണ്ടത്? തങ്ങൾ പറയുന്നു, നിങ്ങൾ സിറാത്തിന്റെ വക്കൽ എന്നെ നിങ്ങൾ അന്വേഷിക്കണോ. രണ്ടാമത് എവിടെയാ അന്വേഷിക്കേണ്ടത്? ഹിസാബിന്റെ വക്കൽ നിങ്ങളെ എന്നെ അന്വേഷിക്കണോ. മൂന്നാമത് നിങ്ങൾ എന്നെ അന്വേഷിക്കേണ്ടത് എവിടെയാ? അള്ളാഹുവിന്റെ ഹബീബിന് മാത്രം 1,00,000 ചില്ലാനം വരുന്ന അമ്പിയാക്കൾ ഇവിടെ കഴിഞ്ഞു പോയപ്പോ അവർക്കൊന്നും നൽകാത്ത ഒരു പ്രത്യേകമായ വെള്ളം, ആ വെള്ളമാണ് ഹൗദുൽ
ഹൗദുൽ കൗസർ എന്ന് പറയുന്ന വെള്ളം, ആ വെള്ളത്തിന്റെ കിണറ്, അതിന്റെ 4 മൂലകളിൽ മഹാന്മാരായ പടുങ്കൂറ്റൻ സ്വഹാബികളായ എല്ലാ ഖതീബുമാരും വെള്ളിയാഴ്ച വിളിച്ചു പറയുന്ന സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ്, സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്, സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ്, ആ 4 റളിയല്ലാഹു അൻഹും ആ കിണറിന്റെ 4 ഭാഗത്തും നിൽക്കുകയാണ്. അവിടെയും നമുക്ക് വേണ്ടി നമ്മളൊന്ന് രക്ഷപ്പെട്ട് കിട്ടണമെന്ന് മനസ്സിലാക്കുകയും അള്ളാഹുവിന്റെ ഹബീബിന് വേണ്ടി ചെലവഴിച്ച ആളുകള്, അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സന്തോഷിച്ച ആളുകള്, അള്ളാഹുവിന്റെ ഹബീബിനെ തെറി വിളിച്ചപ്പോ, അള്ളാഹുവിന്റെ ഹബീബിനെ സാധാരണക്കാരനാണെന്ന് പറഞ്ഞപ്പോ, അത് എത്ര വലിയ ജ്യേഷ്ഠനാണെങ്കിലും, എത്ര വലിയ കാക്കയാണെങ്കിലും, എത്ര ഉറ്റ നമ്മളെ കൂട്ടുകാരനാണെങ്കിലും അവനോട് നമ്മൾ കടുത്ത വെറുപ്പ് കാണിക്കുകയും, എനിക്ക് ഏറ്റവും വലുത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്, ആ തങ്ങളോടുള്ള മഹബ്ബത്താണ് എന്ന് ജീവിതത്തിൽ കാണിച്ചു തന്ന നമ്മളെ പോലെയുള്ള അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളുണ്ടല്ലോ, അവർക്ക് പ്രത്യേകമായി എന്റെ ഹൗദിൽ നിന്ന് ഞാൻ കുടിപ്പിക്കുന്നതാ. എന്നിട്ട് തങ്ങൾ എന്നെ പറയുന്നു, ഈ ബിദ്അത്തുകാരെ കുറിച്ചിട്ട്, വഹാബികളെ കുറിച്ചിട്ട്, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ എതിരിൽ പ്രവർത്തിക്കുന്ന അതേ പുത്തനാശയക്കാരെ കുറിച്ച് നബി തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവര് എന്റെ ഹൗദിലേക്ക് അടുക്കുമ്പോ ഈ 4 ക്യാപ്റ്റന്മാരും ആട്ടി ഓടിക്കുകയാ. പോടാ പുറത്ത്, അള്ളാന്റെ ഹബീബിനെ കൊണ്ട് സന്തോഷിക്കാത്ത നീ, അള്ളാന്റെ ഹബീബിനെ കുറിച്ച് സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞ നീ, നിനക്ക് ഇവിടെ ഹൗദില്ല. അള്ളാന്റെ ഹബീബിന്റെ ശഫാഅത്ത് അവർക്ക് ലഭിക്കില്ല. കാരണം അള്ളാന്റെ ഹബീബിന് ശഫാഅത്ത് ഇല്ല എന്ന് പറയുന്ന കൂട്ടരും അവരെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, വീണ്ടും ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ ചൂണ്ടിക്കാണിക്കുകയാ. ആ തങ്ങളോടുള്ള മഹബത്ത് ഉണ്ടായതിന്റെ പേരിലാണ് നമ്മൾ ഇതൊക്കെ സന്തോഷപൂർവം ചെയ്തത് എങ്കിൽ ആ തങ്ങളെ ഉത്ഭവത്തൊന്ന് കുറിച്ച് പഠിക്കണേ. അതാണ് മങ്കൂസ് മൗലിദിൽ പറഞ്ഞത്. അതേ, അവിടെ പറയുന്നു അൽ ആലം എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹരി റബീഇൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലം. അൽ ആലം, ഈ ലോകം. അൽ ആലം എന്ന് പറഞ്ഞാൽ ഈ ലോകം. ഈ ലോകം തന്നെ പടക്കുന്നതിന്റെ മുമ്പ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങ് കഴിഞ്ഞാൽ ഈ ലോകത്ത് ഞാൻ ആദ്യമായി സൃഷ്ടിക്കേണ്ടത് എന്താണെന്ന് അല്ലാഹു ചിന്തിച്ചപ്പോൾ ആദ്യമായി അല്ലാഹു സൃഷ്ടിച്ചത് ആരെയാണ്? ഒരിക്കൽ അതാണ് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിനോട് തന്നെ ചോദിക്കുന്നു, അതേ, അഖ്ബിർനി അൻ അവ്വലി ശൈഇൻ ഖലഖഹു അല്ലാഹു തആല ഖബ്ലൽ അശിയാ. അങ്ങനെയാണ് സ്വഹാബത്ത് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും ഉടനെ പോകും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സവിധത്തിൽ. അവർക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ പ്രശ്നത്തിന് പരിഹാരമായി കണ്ടത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിശുദ്ധ ദർബാറാണ്. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. നമ്മൾ എത്ര വലിയ ഭാഗ്യവാന്മാരാണ്. അല്ലാഹു മരണം വരെ ഈ ശുദ്ധമായ പാരമ്പര്യത്തിൽ അല്ലാഹു നമ്മളെ അടിയുറച്ച് നിർത്തി തരട്ടെ. അപ്പൊ പറഞ്ഞു വന്നത്, മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, നബിയേ, ഈ ലോകത്തെ തന്നെ പടക്കുന്നതിന് മുമ്പ് അല്ലാഹു ആദ്യമായി സൃഷ്ടിച്ചത് എന്താണ് നബിയേ? ഒന്ന് പറഞ്ഞു തരണേ നബിയേ. ആ സമയത്ത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കുകയാണ്, യാ ജാബിർ, ഓ ജാബിർ എന്നവരെ, ഇന്നല്ലാഹ തആല ഖലഖ ഖബ്ല അൽ-അശിയാഇ നൂറ നബിയിക മിൻ നൂരിഹി.
അള്ളാഹുവിന്റെ പ്രത്യേകമായ പ്രകാശത്തിൽ നിന്ന് ആദ്യമായി ആ പ്രകാശത്തിൽ നിന്ന് നിന്റെ നബിയാകുന്ന, നിന്റെ മുമ്പിൽ നീ എപ്പോഴും സ്നേഹിച്ചു കൊണ്ടിരിക്കുന്ന അതേ നിന്റെ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന എന്റെ പ്രകാശത്തെയാണ് അള്ളാഹു ഈ ലോകത്ത് ആദ്യമായി സൃഷ്ടിച്ചത്. അപ്പൊ നമ്മൾ ചെറുപ്പം മുതലേ കുട്ടികളോട് ചോദിക്കും, ഈ ലോകത്ത് അള്ളാഹു ആദ്യം സൃഷ്ടിച്ചത് ആരെയാണ്? സയ്യിദുന ആദം നബി അലൈഹിസ്സലാം എന്ന് പറയും. അത് എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? നമ്മളെ ശരീരം കൊണ്ട് അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചത് സയ്യിദുന ആദം അലൈഹിസ്സലാമിനെയാണ്. എന്നാൽ ഈ വാഹനമാകുന്ന ശരീരത്തെ നിയന്ത്രിക്കാനും ഈ വാഹനമാകുന്ന ശരീരത്തെ ഓടിച്ചു കൊണ്ടുപോകാനും അള്ളാഹു ഡ്രൈവറായി തന്നിട്ടുള്ള ഈ ആത്മാവിനാണ് എന്നും വിലയുള്ളത്, റൂഹിനാണ് വിലയുള്ളത്. ഈ ശരീരത്തിന്, ഈ ബോഡിക്കല്ല വിലയുള്ളത്. ആ റൂഹാണ് നാളെ മുഅ്മിനായ മനുഷ്യന്റെ മരണസമയത്ത് ആ റൂഹ്, മുഅ്മിനായ മനുഷ്യന്റെ റൂഹ് മലക്കുകൾ കൊണ്ടുപോകുന്നത് ഇല്ലീൻ എന്ന് പറയുന്ന ലോകത്തേക്കാണ്. അത് മുഅ്മിനീങ്ങളുടെ റൂഹൊക്കെ അവിടുക്കാ പോവുക. എന്നാൽ കാഫിറായി ജീവിച്ച ആള്, അള്ളാനെ എതിർത്ത് ജീവിച്ച ആള്, അള്ളാഹ്ക്ക് കയ്യും കാലും ഉണ്ട്, അള്ളാഹ് അർശിന്റെ ചോട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, മുഹമ്മദ് റസൂൽ സാധാരണക്കാരനാണ്, അങ്ങനെ നബിദിനൊന്നും ആഘോഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതൊക്കെ ആരാ പറഞ്ഞെന്നത്? ഇങ്ങനെയൊക്കെ പറഞ്ഞ് പേരുകൊണ്ട് മാത്രം മുസ്ലിമായി ജീവിക്കുന്ന ആളുകൾ അവരുടെ അർവാഹുകൾ കൊണ്ടുപോകുന്നത് സിജ്ജീൽ. ഈ ഭൂമിക്ക് താഴെ എത്രയോ അടി താഴെ വെറും മോശത്തരങ്ങൾ മാത്രം നിറക്കപ്പെട്ട റൂഹില് ആ മോശക്കാരുടെ താമസ സ്ഥലമാകുന്ന സ്ഥലത്തേക്കാണ്, സിജ്ജീൽ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് മോശക്കാരുടെ അർവാഹുകൾ കൊണ്ടുപോകുന്നത്. മുഅ്മിനിന്റെ അർവാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തുകാരനായി ജീവിച്ച മുഅ്മിനിന്റെ റൂഹ് മലക്കുകൾ കൊണ്ടുപോകുന്നത് ഇല്ലീനിലേക്കാണ്. അവിടെയാണ് സ്വാലിഹീങ്ങൾ അർവാഹുകളൊക്കെ സംഗമിക്കുന്നത്. എന്നാൽ പറഞ്ഞു വന്നതിന്റെ താല്പര്യം എന്താ? റൂഹിന്റെ ഉപ്പ, റൂഹിന്റെ അബ്, അത് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് തന്നെ മുത്തുനബി പറഞ്ഞു. ആദം നബി ഈ ശരീരം കൊണ്ട് അല്ലാഹ് സൃഷ്ടിച്ചതിൽ ഒന്നാമനാണ്. എന്നാൽ ആദം നബി ശരീരത്തിന്റെ പിതാവാണെങ്കിൽ ഞാൻ ആത്മാവിന്റെ പിതാവാണ്. അതാണ് അല്ലാഹു ആദ്യം സൃഷ്ടിച്ചത് മുത്ത് റസൂലുള്ളാഹിന്റെ പ്രകാശത്തെയാണ്. ഒരിക്കലതാ മുത്ത് റസൂലുള്ളാഹിനോട് ജാബിർ റളിയല്ലാഹു അൻഹു ഇങ്ങോട്ട് ചോദിച്ചതെങ്കിൽ അങ്ങോട്ട് മുത്തുനബി തങ്ങൾ തന്നെ അങ്ങോട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, യാ ഉമർ അത്തദ്രി മൻ അന യാ ഉമർ, ഓ ഉമറേ ഞാൻ ആരാണെന്നറിയോ ഉമറേ? എന്നിട്ട് തങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കുന്നു, അനല്ലദീ ഖലഖല്ലാഹു തആല ഖബല കുല്ലി ശൈഇൻ നൂരി. ഈ ലോകത്തുള്ള എന്തിനേയും ഏതിനേയും പടക്കുന്നതിന് മുമ്പ് നിന്റെ നബിയാകുന്ന എന്റെ പ്രകാശത്തെയാണ് അല്ലാഹു തആല ആദ്യമായി സൃഷ്ടിച്ചത്. അങ്ങനെയുള്ള നബിയാണ് ഞാനെന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. ഇനി നമ്മൾ പഠിക്കേണ്ടത് റസൂലുള്ളാഹിന്റെ പ്രകാശത്തെയാണ് അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചതെന്ന് പറഞ്ഞു. ഇനി ഈ പ്രകാശത്തെ അള്ളാഹു എവിടെന്നാണ് സൃഷ്ടിച്ചതെന്ന് കൂടി പഠിക്കണ്ടേ? അങ്ങനെയാണല്ലോ. ഇന്ന് പുതിയ പുതിയ കാറുകൾ ലോകത്ത് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അന്ന് കണ്ട ഇന്നോവ അല്ല ഇന്നുള്ളത്, അന്ന് കണ്ട സ്വിഫ്റ്റ് അല്ല ഇന്നുള്ളത്. ഇങ്ങനെ പുതിയ പുതിയ അപ്ഡേഷനുകൾ വരികയാണ്. അപ്പൊ ഇതിന്റെ ഉറവിടം എവിടെയാണ്? ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? എങ്ങനെ ഉണ്ടാക്കിയത്? ഇത് ആരാ ഉണ്ടാക്കിയത്? എങ്ങനെയൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. ഏതായാലും എന്നതുപോലെ അതിനേക്കാളും ഉപരി നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകാശത്തെ അല്ലാഹ് എവിടെന്നാണ് സൃഷ്ടിച്ചത്? അള്ളാഹു ഈ ലോകത്തെ 4 തരം തിരിക്കുകയാണ്. എന്താണ്? ഒന്ന് ആലമുൽ ഇസ്സ, ആലമുൽ
ഇസ്സ ആലമുൽ മാലിക് എന്നാണ് ഒരു ലോകത്തെ അള്ളാഹു പടച്ചിട്ടുള്ളത്. മറ്റൊരു ലോകം ആലമുൽ മലക്കൂത്താണ്, മറ്റൊരു ലോകം ആലമുൽ ജബറൂത്താണ്, മറ്റൊരു ലോകം ആലമുൽ അർളാണ്. എന്താണ് ഈ പറഞ്ഞത്? ആലമുൽ ഇസ്സ എന്ന് പറഞ്ഞാൽ അവിടെ അള്ളാഹുവിന് മാത്രമേ അവിടെയുള്ള രഹസ്യ കലവറകൾ അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. ആ രഹസ്യങ്ങൾ അള്ളാഹു വേറൊരാൾക്കും അറിയിച്ചു കൊടുത്തിട്ടില്ല. ആ ആലമുൽ ഇസ്സ. രണ്ടാമത് പറഞ്ഞു ആലമുൽ ജബറൂത്ത്, ആലമുൽ മലക്കൂത്ത്. മലക്കുകൾക്കും അള്ളാഹ്ക്കും മാത്രം അറിയുന്ന ഒരു ലോകം, അവിടെ വേറൊരാൾക്കും അള്ളാഹ് അറിയിച്ചു കൊടുത്തിട്ടില്ല. എന്നാൽ മൂന്നാമത് ആലമുൽ ജബറൂത്ത്, അത് അള്ളാഹുവിനും അള്ളാഹുവിന്റെ മലക്കുകൾക്കും അള്ളാഹിന്റെ പ്രത്യേക സൃഷ്ടികളായ ജിന്നുവർഗങ്ങൾ, സ്വാലിഹീങ്ങളായ ജിന്നുകളുണ്ട്. ആ ജിന്നുകൾക്ക് മാത്രമേ ആ രഹസ്യം, അവിടെയുള്ള രഹസ്യം അറിയുകയുള്ളൂ. വേറൊരാൾക്കും അള്ളാഹ് അറിയിച്ചു കൊടുത്തിട്ടില്ല. ഇനി നാലാമത്തെ ലോകമാണ് ആലമുൽ അർള്. മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ഓന് എത്ര പോയാലും അത് അത്രേ കണ്ടെത്താൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ താമസിക്കുന്ന ഈ ഭൂമി, ഈ ലോകം, ഇതിനാണ് ആലമുൽ അർള് എന്ന് പറയാം. ഇങ്ങനെ 4 രൂപത്തിലാണ് അള്ളാഹു അണ്ടകടാഹത്തെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നാൽ നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകാശത്തെ അള്ളാഹ് സൃഷ്ടിച്ചത് എവിടെന്നറിയോ? അള്ളാഹുവിനെ മാത്രം അറിയുന്ന, അവിടെ ഒരു മഖ്ലൂഖിനും പ്രവേശനമില്ല, ഒരു സൃഷ്ടിജാലങ്ങൾക്കും അള്ളാഹ് പ്രവേശനം കൊടുക്കാത്ത, അവിടെ റബ്ബിനെ മാത്രം അറിയുന്ന ആലമുൽ ഇസ്സയുണ്ടല്ലോ, അവിടെയാണ് നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകാശത്തെ അള്ളാഹ് പടക്കുന്നത്. ഞാൻ പെട്ടെന്ന് പോവുകയാണ്. അങ്ങനെ പടച്ചിട്ട് അല്ലാഹു തആല പിന്നെ കൊണ്ടുവന്നത് എവിടേക്കെന്നറിയോ? ആലമുൽ മലക്കൂത്തിലേക്കാണ്. ആലമുൽ ഇസ്സയിൽ പടച്ചിട്ട് ആ പ്രകാശത്തെ അള്ളാഹ് സൃഷ്ടിച്ചിട്ട് പിന്നെ അല്ലാഹു തആല ആ പ്രകാശത്തെ കൊണ്ടുവന്നത് ആലമുൽ മലക്കൂത്തിലേക്കാണ്. അങ്ങനെ ആലമുൽ മലക്കൂത്തിലേക്ക് അല്ലാഹു തആല കൊണ്ടുവരികയും ആ പ്രകാശത്തെ അല്ലാഹു തആല അല്ലാഹുവിന്റെ ഏറ്റവും ബഹുമതികൾ, വലിയ ബഹുമതികൾ ഏറ്റുവാങ്ങിയ സ്വർഗ്ഗത്തിലെ ഒരു മരമുണ്ട്. ആ മരത്തിന്റെ പേര് ഷജറത്തുൽ യഖീൻ എന്നാണ്. ആ ഷജറത്തുൽ യഖീനിലേക്ക് അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രകാശത്തെ അല്ലാഹു നീക്കം ചെയ്യുകയാണ്. ഒരു പക്ഷിയുടെ ആകൃതിയിൽ ആ ഷജറത്തുൽ യഖീനിൽ വർഷങ്ങളോളം ഇരിക്കുകയാണ്. എന്നാൽ നമ്മുടെ മങ്കൂസ് മൗലിദിൽ തന്നെ നമ്മൾ പറയുന്നു, അള്ളാന്റെ ഹബീബ് തന്നെ പറഞ്ഞതാണ് ഈ പ്രകാശത്തിന്റെ ഡ്യൂട്ടി എന്താണ്. അതേ മങ്കൂസ് മൗലിദിൽ നമ്മൾ പറയുന്നു, കുന്തു നൂറൻ ബൈന യദയില്ലാഹി അസ്സ വജല്ല ഖബ്ല അൻ യഖ്ലുഖ ആദമ അലൈഹിസ്സലാം ബിഅൽഫി മഹാനായ സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാമിനെ പടക്കുന്നതിന്റെ, സൃഷ്ടിക്കുന്നതിന്റെ 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ. 2000 എന്ന് പറഞ്ഞാൽ അറബി പ്രയോഗം അൽഫൈ ആം എന്ന് പറഞ്ഞാൽ വെറും 2000 അല്ലാതെ എത്രയും ആവാം. 2000-ൽ അധികം വരുന്ന വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ നേതാവിനെ, ആ നേതാവിന്റെ പ്രകാശത്തെ അല്ലാഹ് സൃഷ്ടിച്ചു. എന്നിട്ട് ആ പ്രകാശത്തിന്റെ ഡ്യൂട്ടി എന്താണ്? മഹാനായ സയ്യിദുനാ ജിബ്രീൽ, മലക്കുമാരുടെ ക്യാപ്റ്റനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം തന്നെ തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നു, നബിയേ, തങ്ങളെ പ്രകാശം അതേ ആദം നബി അലൈഹിസ്സലാമിനെ പടക്കുന്നത് 2000 വർഷങ്ങൾക്ക് മുമ്പ് പടക്കുകയും ആ ഷജറത്തുൽ യഖീനിലേക്ക് നീക്കം ചെയ്യുന്നതിന്റെ മുമ്പ് 72000 തവണയാണ് എനിക്ക് അല്ലാഹു ആ പ്രകാശത്തെ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, അറബിയിൽ അൽഫൈ ആം എന്ന് പറഞ്ഞാൽ 2000 എന്നല്ല, അതിനു മുമ്പ് എത്രയും വർഷം ആവാം. അതിപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നത് മനസ്സിലാവും. എന്താണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു,
എനിക്ക് ഈ ഷജറത്തുൽ യഖീനിലേക്ക് ആ പ്രകാശത്തെ നീക്കം ചെയ്യുന്നതിന്റെ മുമ്പ് 72,000 പ്രാവശ്യം അതേ എനിക്ക് ആ പ്രകാശത്തെ അല്ലാഹ് കാണിച്ചു തന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം കാണിച്ച് അടുത്ത പ്രാവശ്യം കാണിക്കുന്നതിൻ്റെ ഇടയ്ക്കുള്ള സമയദൈർഘ്യം എത്രയാണ്? അത് 70,000 വർഷത്തിന് തുല്യമാണ്. ബഹുമാനപ്പെട്ട നാം എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അൻവർ സാദാത്ത് സഅദി അൽ അർഷദി തങ്ങളവറുകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. എല്ലാവരും റോഡിന്റെ സൈഡിൽ നിൽക്കുന്ന മറ്റും പീടികയിൽ നിൽക്കുന്ന മുഅ്മിനീങ്ങൾ എല്ലാവരും നിങ്ങൾക്കായി പ്രത്യേകം സജ്ജമാക്കിയ സദസ്സിൽ വന്നിരുന്ന് സദസ്സ് ഭംഗിയാക്കണം. ഒരുപാട് കസാലകൾ ഒഴിവുണ്ട്. ആരും തന്നെ റോഡിന്റെ അരികിൽ നിൽക്കാതെ കുട്ടികളും യുവാക്കളും മുതിർന്നവരുമൊക്കെ നിങ്ങൾക്കായി പ്രത്യേകം സജ്ജമാക്കിയ സദസ്സിൽ വന്നിരുന്നു സദസ്സ് ഭംഗിയാക്കി തരണമെന്ന് ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. ഇനി തങ്ങളെ ഇരുത്തി കൂടുതൽ സംസാരിക്കുക എന്നുള്ളത് ശരിയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വാക്കുകൾ ചുരുക്കുകയാണ്. അപ്പോ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തന്നെ പറയുന്നു, ആ പ്രകാശത്തെ എനിക്കല്ല കാണിച്ചു തന്നതിൻ്റെ ഒരു വട്ടം കാണിച്ചു തന്നു, പിന്നെ അടുത്ത പ്രാവശ്യം കാണിച്ചു തന്നതിൻ്റെ ആ വർഷത്തിന്റെ ദൈർഘ്യം എത്രയാണ്? അത് 70,000 കൊല്ലത്തിന് സമാനമാണ്. അപ്പൊ ഒരു പ്രാവശ്യം കണ്ട് പിന്നെ അടുത്ത പ്രാവശ്യം കാണുന്നതിന്റെ ഇടക്ക് 70 വർഷം 70,000 വർഷത്തിന്റെ ദൈർഘ്യമുണ്ടെങ്കിൽ 72,000 പ്രാവശ്യം എനിക്ക് ആ പ്രകാശത്തെ കാണിച്ചു തന്നിട്ടുണ്ട് എന്ന് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ആദ്യം പറഞ്ഞു വെച്ച ഹദീസ് മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. അങ്ങനെയതാ ആ പ്രകാശത്തിന്റെ ഡ്യൂട്ടി എന്താണ്? അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ കിടക്കലാണ്. അതേ, നമ്മുടെ മങ്കൂസ് മൗലിദിൽ പറഞ്ഞതുപോലെ യുസബ്ബിഹുല്ലാഹ ദാലിക നൂറു വ തുസബ്ബിഹുൽ മലായികതു ബിതസ്ബീഹിഹി, മലക്കുകളോടുകൂടെ ചേർന്ന് അള്ളാന്റെ ഹബീബിന്റെ പ്രകാശം അള്ളാഹുവിന്റെ മുമ്പിൽ അതേ വർഷങ്ങളോളം തസ്ബീഹ് ചൊല്ലുകയായിരുന്നു, സുജൂദിൽ കിടക്കുകയായിരുന്നു. അങ്ങനെയതാ ആ മലക്കുകളെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് തന്നെ അള്ളാഹു ആ പ്രകാശത്തിന് പേര് വെക്കുന്നു. എന്താണ് പേര്? അതാണ് മങ്കൂസ് മൗലിദിൽ നമ്മൾ പറഞ്ഞത്, ഫസമ്മാഹു മുഹമ്മദാ. നമ്മുടെ നേതാവിന്റെ പ്രകാശത്തിന് അല്ലാഹ് മലക്കുകളെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് തന്നെ പേര് വെക്കുകയാണ്, മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തങ്ങളെ പേരിന്റെ മഹത്വം ധാരാളമാണ്. വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോവുകയാണ്. അതേ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് എന്നാണ് പേര്. മുഹമ്മദ് എന്ന് പറയുമ്പോൾ എത്ര ഹർഫുണ്ട്? 4 ഹർഫുണ്ട്. മീം, ഹാ, മീം, ദാല്. ഈ പേരിനും അള്ളാഹുവിന്റെ സൃഷ്ടിക്കും മനുഷ്യ സൃഷ്ടിപ്പിനും ഒരു വലിയൊരു ബന്ധമുണ്ട്. എന്താണ് ആ ബന്ധം? അതേ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിന്റെ ആകൃതിയിലാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്.
മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മീം, അതേ മീം മനുഷ്യന്റെ തലയുടെ സ്ഥാനത്താണ്. അതെങ്ങനെ നമുക്ക് മനസ്സിലാകുക? പണ്ടൊക്കെ നമ്മളെ കുത്തുബിയത്ത് കഴിക്കുമ്പോ നമ്മളെ മുൻഗാമികളൊക്കെ കുത്തുബിയത്ത് കഴിക്കുന്ന സമയത്ത് മാവ് അല്ലെ, മാവൊക്കെ ഇങ്ങനെ വെതറിയിട്ട് ഒരു കുത്തുബിയത്ത് കഴിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. എന്താണ്? അവരുടെ ഈമാന് അത്രയും നല്ല ഒരു നിഷ്കളങ്കമായ ഒരു അത്രയും അല്ലാഹു തആല ഓരോ ദുആഇന് ഇജാബത്ത് തരും എന്നുള്ള ഉറപ്പുള്ള ആൾക്കാരായിരുന്നു നമ്മളെ വല്ലിപ്പിയും വല്ലിമ്മയൊക്കെ. കറകളഞ്ഞ ഈമാനുള്ള ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ അവരാ നിരത്തി വെച്ചിട്ടുള്ള മാവില് മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുളമ്പിന്റെ കാലച്ച് പല ആളുകളും കണ്ടതായിട്ട് നമ്മുടെ മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കുകയും നമ്മുടെ ശരീരത്ത് മുഴുവനും എണ്ണ തേച്ചിട്ട് അവിടെ കിടന്നാൽ നമുക്ക് മനസ്സിലാകും അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിന്റെ ഒന്നാമത്തെ അക്ഷരമാകുന്ന മീമിന്റെ ആകൃതിയിലാണ് അല്ലാഹ് മനുഷ്യന്റെ തലയെ സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നാൽ രണ്ടാമത്തെ അക്ഷരമാകുന്ന ഹ ഉണ്ടല്ലോ, നിങ്ങൾ ഇങ്ങനെ കൈ ഇങ്ങനെ വിടർത്തി നോക്കൂ, അത് ഹാഇന്റെ ആകൃതിയിലാണ്. മൂന്നാമത്തെ അക്ഷരമാകുന്ന മീമുണ്ടല്ലോ, അത് മനുഷ്യന്റെ വയറിന്റെ ആകൃതിയിലാണ്. ആ റസൂലുള്ളാഹിന്റെ മൂന്നാമത്തെ മീമിന്റെ ആകൃതിയിലാണ് മനുഷ്യന്റെ വയറിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നാൽ അവസാനത്തെ അക്ഷരമാകുന്ന ദാലുണ്ടല്ലോ, ആ ദാല് രണ്ട് കാലുകളെ സ്ഥാനത്താ. റസൂലുള്ളാഹിന്റെ പേരിന്റെ നാലാമത്തെ അക്ഷരമാകുന്ന ദാലിന്റെ ആകൃതിയിലാണ് മനുഷ്യന്റെ കാലിനെ അല്ലാഹ് സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നാൽ അള്ളാന്റെ ഹബീബ് തന്നെ പറയുന്നു, ധാരാളം അള്ളാന്റെ ഹബീബിന്റെ പേരിന് ഒരുപാട് മഹത്വമുണ്ട്. തുടക്കത്തിൽ ഓതി വെച്ച ഹദീസ് മാത്രം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അതേ ഉമാമ റളിയല്ലാഹു അൻഹു തൊട്ടുദ്ധരിക്കുന്ന ഹദീസാണ്, മൻ ഉലിദ ലഹു മൗലൂദുൻ ഫസമ്മാഹു മുഹമ്മദാ ഹുബ്ബൻ ലീ വതബറുകം ബിസ്മി കാനൂഹു വമൗലൂദുഹു ഫിൽ ജന്ന സ്വാദിഖുൽ മസ്ദൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ആർക്കെങ്കിലും ആൺകുട്ടി ജനിക്കുകയും ആ ആൺകുട്ടിക്ക് അള്ളാന്റെ ഹബീബിനോടുള്ള സ്നേഹം കൊണ്ട് അള്ളാന്റെ ഹബീബിന്റെ പേരുകൊണ്ട് ബറക്കത്തെടുക്കുക എന്ന ഉദ്ദേശം കൊണ്ട് ആരെങ്കിലും ആ ആൺകുട്ടിക്ക് മുഹമ്മദ് എന്ന് പേര് വെച്ചാൽ, അതേ കാനൂഹു വ മൗലൂദുഹു ഫിൽ ജന്ന, ആ കുട്ടിയും ആ കുട്ടിക്ക് പേര് വെച്ച ബാപ്പയും നാളെ എന്നോടൊപ്പം സ്വർഗത്തിലാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെയുള്ള നേതാവിന്റെ മഹത്വം പറയാതെ, ഇങ്ങനെയുള്ള നേതാവിന് വേണ്ടി മജ്ലിസ് സംഘടിപ്പിക്കാതെ, ഇങ്ങനെയുള്ള നേതാവിനെ പുകഴ്ത്തി പറയാതെ ലോകത്തിന് ഏത് നേതാവിന്റെയാ മൗലിദ് ഓതേണ്ടത്? ലോകത്ത് ഏത് നേതാവിന് വേണ്ടിയാ നമ്മൾ സമർപ്പിക്കേണ്ടത്? ഈ നേതാവിന്റെ ജന്മദിനം ആഘോഷിക്കണ്ട എന്നാണ് പറയുന്നത്. ഈ നേതാവിനെ കൊണ്ട് സന്തോഷിക്കണ്ട എന്നാണ് ചില വിഭാഗങ്ങൾ പറയുന്നത്. ഈ നേതാവിന് വേണ്ടി ചെലവഴിക്കണ്ട എന്നാണ് പറയുന്നത്. ആ നേതാവിനെ സാധാരണക്കാരനായി പരിചയപ്പെടുത്തുന്നു. എന്നാൽ മുഅ്മിനീങ്ങളെ, അത് ഖൽബിൽ നിന്ന് ഈമാൻ ഊരപ്പെട്ടതിന്റെ അടയാളമാ. ഇബ്ലീസിന്റെ അനുയായികളാ നമ്മളാ കൂട്ടത്തിൽ അല്ലാഹ് പെടുത്തിയില്ലല്ലോ. റബ്ബേ, ഞങ്ങൾ ഇത്രയും നേരം പറഞ്ഞതും കേട്ടതുമായ എല്ലാ നല്ല കാര്യങ്ങളും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിശുദ്ധ ദർബാറിന്റെ അടുക്കൽ കാണിക്കയായി വെച്ചുകൊണ്ട് നിന്റെ ദർബാറിന്റെ അടുക്കൽ ഞങ്ങൾ കേണപേക്ഷിക്കുന്നു, യാചിക്കുന്നു, ചോദിക്കുന്നു. ഞങ്ങളെ മജ്ലിസിന് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസുകളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. തങ്ങളെ പിൻപറ്റി തങ്ങൾ ഇഷ്ടപ്പെട്ടതുപോലെ ജീവിച്ച്, അതേ ഞങ്ങളെ സക്കറാത്തുൽ മൗത്തിന്റെ സമയം
നീ ഖൈറ് കണക്കാക്കിയ സമയം, ഞങ്ങളെ ആത്മാവും ശരീരവും ശുദ്ധിയായി കൊണ്ടിരിക്കുന്ന സമയം, ഞങ്ങളെ ഖൽബിൽ ഒരാളോടും വെറുപ്പും വിദ്വേഷമില്ലാത്ത സമയം, അല്ലാഹ് നീ ഇഷ്ടപ്പെട്ടൊരു നല്ല ദിനരാത്രങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച് ഞങ്ങൾ ആർക്ക് വേണ്ടിയാണോ ശബ്ദിച്ചത്, ഞങ്ങൾ ആരെ മഹത്വമാണോ പറഞ്ഞത്, ഞങ്ങൾ ആർക്ക് വേണ്ടിയാണോ ചിലവഴിച്ചത്, ആ നേതാവിന്റെ പൂമുഖം ഒന്ന് റഹ്മത്തിന്റെ മലക്കുകൾ ഇങ്ങനെ കാണിച്ചു തരുമ്പോ ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇത് ഞങ്ങളെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് പറയുക. മാപ്പൂവദനം കണ്ടുകൊണ്ട് നിന്റെ ഇല്ലീനിലേക്ക് ഉയർത്തപ്പെടുന്ന അർവാഹുകളെ കൂട്ടത്തിൽ പെടുത്തി നാളെ നേതാവ് ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗീയ ലോകത്ത് നിന്റെ റബ്ബിന്റെ സ്വാലിഹീങ്ങളെ ജിവാരിൽ, അള്ളാന്റെ ഹബീബിന്റെ ജിവാരിൽ നിന്റെ ലിഖാഇന് സാക്ഷിയാകാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു തഖ്വയുള്ള, ഈമാനുള്ള, ഇഖ്ലാസുള്ള, ഖുശൂഉള്ള നീ തന്ന സർവ്വ അനുഗ്രഹങ്ങളെ കൊണ്ടും ധാരാളം നന്മകൾക്ക് സാക്ഷിയായി ഇതുപോലൊരു